കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ എന്തിനും നേരിടാൻ സുസജ്ജമായിരിക്കുന്നു. അതിർത്തിയിൽ കാവലുണ്ട്, ഇന്ത്യക്കാർക്ക് വേണ്ടി കാവലുണ്ട്. ഒരു പ്രദേശത്തിന് പോലും കടന്നാക്രമണം നടത്താത്ത രീതിയിൽ ഇന്ത്യയുടെ വ്യോമ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ മാർഗങ്ങളൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ബസന്ത്, അങ്ങനെയെങ്കിൽ കൂടുതലായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ എത്രത്തോളം ഗൗരവത്തോടു കൂടി നമ്മൾ ഇതിനെ കാണേണ്ടി വരും? പാകിസ്ഥാന്റെ ചില ഫേക്ക് ആയിട്ടുള്ള ചില നരേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പ്രതീക്ഷ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ അമൃത്സറിൽ നിന്നും ചില ചൈനീസ് മിസൈലുകൾ കണ്ടെടുത്തു എന്നുള്ള വിവരം നമ്മൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പ്. അതിൽ പ്രധാനമായും പറയുന്നത് 7-8 രാത്രികളിൽ, അതായത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പാകിസ്ഥാൻ വിവിധ സ്ഥലങ്ങളിലാണ് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ നീക്കം നടത്തിയത്. അതായത് ഈ പറയുന്ന നോർത്തേൺ മേഖലയിൽ, അതായത് ഉത്തര മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലുമുള്ള അവാന്തിപുര, ശ്രീനഗർ, ജമ്മു, പഠാൻകോട്ട് എന്ന് പറയുന്നത് ജമ്മു വരെയുള്ളത്, ജമ്മു കാശ്മീർ, പഠാൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, അഡംപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പറയുന്നത് പഞ്ചാബിലും, പലോഡി, ഉത്തർലായി, ഭുജ് എന്ന് പറയുന്നത് ഗുജറാത്തിലുമാണ്. ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചും അതോടൊപ്പം മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ പറയുന്നത്. പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങളെ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡ് ആൻഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങൾ, അതായത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, സമഗ്രമായ വിരുദ്ധ സംവിധാനങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ നേരിട്ടു എന്നുള്ളതാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ നേരിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ഈ മാത്രമല്ല, ഈ ആക്രമണത്തിന്റെ ഭാഗമായി തകർന്നു വീണ അവശിഷ്ടങ്ങൾ, ഈ പറയുന്ന പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ഭാഗമായി തകർന്നു വീണ എല്ലാ അവശിഷ്ടങ്ങളും ഇപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ലാഹോറിലെ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ തകർത്തു എന്ന് തന്നെ ഔദ്യോഗികമായിട്ട് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് അപ്പോൾ ലാഹോറിൽ ഇന്ന് രാവിലെ ഉണ്ടായ സ്ഫോടനവും അതോടൊപ്പമുള്ള ഡ്രോൺ ആക്രമണവും ഇന്ത്യയുടേത് തന്നെ എന്നാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രജീഷ്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് അത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും, ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യയുടെ ലക്ഷ്യം പോയിട്ടുണ്ട്, തകർത്തിരിക്കുന്നു. അപ്പോൾ സൈനികർക്കും തിരിച്ചടി കിട്ടുന്നു. ഇന്ത്യ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂരിൽ. അത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നെങ്കിൽ തിരിച്ചുള്ള ഭീകരരെ തൊടുമ്പോഴുള്ള വേദന, അതിനെ തുടർന്നുണ്ടായുള്ള പ്രകോപനം, അത് തിരിച്ചടിക്കാനുള്ള ത്വര, ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം തകർത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ലാഹോറിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തു എന്ന് പറയുമ്പോൾ സൈന്യത്തിന് കൂടി ഏൽക്കുന്ന കനത്ത തിരിച്ചടിയായി ഇത് ഈ നിമിഷം മാറുന്നുണ്ട്. ആ സ്ഥിരീകരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സൈനിക സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും